ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും SSKയുടെ ഇന്നത്തെ രസക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ജിലേബിയാണ്. അതിനു വേണ്ടി ഇന്നലെ ഞാൻ അരച്ച് വെച്ച ദോശമാവുണ്ട്. ശരിക്കും ഒരു കട്ടിയിലാണ് ഞാനത് എടുത്ത് വെച്ചേക്കുന്നത്. ഇച്ചിരി കട്ടിയുണ്ട് ഈ മാവിന്. പിന്നെ കുറച്ച് പഞ്ചസാര നമുക്ക് ആവശ്യമുണ്ട്. ഒരു ശകലം നാരങ്ങ നീര് ആവശ്യമുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാനത് ഫുഡ് കളറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഫുഡ് കളർ ഇല്ല ഇപ്പം. പിന്നെ ഞാനൊരു സാധാ ഒരു കവറാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഐസിങ് കവർ എനിക്ക് കിട്ടിയില്ല, പുറത്തു പോകാൻ പറ്റിയില്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. അപ്പോൾ ഒരു സാധാ ഒരു കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ. സാധാരണ എല്ലാവരും ജിലേബി ഉണ്ടാക്കുന്നതൊന്നുമില്ലെങ്കിൽ ഉഴുന്ന് മാത്രം വെച്ചിട്ടായിരിക്കും, അല്ല എങ്കിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഇങ്ങനെയും ഉണ്ടാക്കുന്നവരുണ്ട് ദോശമാവ് വെച്ചിട്ട്. ദോശമാവിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നമുക്ക് ഇച്ചിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ട് എങ്കിൽ അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ ഗോതമ്പ് പൊടി ആഡ് ചെയ്യാം. പിന്നെ ഒന്നുമില്ലെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് സോഡാപ്പൊടി ആഡ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. സംഭവം എന്ന് വെച്ചാൽ നമ്മളിത് ഓൾറെഡി പൊങ്ങിയ മാവാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരുമാതിരി പൊങ്ങിയിട്ടുണ്ട് ഈ മാവ്. പിന്നെ അധികം പുളിയില്ല. ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് നമുക്ക് അധികം ആവശ്യമില്ല ഇതിൽ. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അത് പഞ്ചസാര ലായനിയിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുവാണ് ഇപ്പോൾ ജിലേബി എങ്കിൽ, ഇപ്പോൾ ആ ഉഴുന്ന് മാത്രമാണ് നമ്മൾ എടുത്തേക്കണേ. ഉഴുന്നൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ടൊന്ന് എടുത്തതിന് ശേഷം നമ്മളൊന്ന് അരച്ചെടുത്തിട്ട്, അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കണമെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം പൊങ്ങിയതിന് ശേഷം നമുക്കിതേപോലെ ജിലേബി ഉണ്ടാക്കി കവറിനകത്ത് ഇട്ടിട്ട്, ഐസിങ് കവർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത്. ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു സാധാ ഒരു കവർ എടുത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഐസിങ് കവറിനകത്ത് ഇട്ടിട്ട് നമുക്ക് അതേപോലെ ജിലേബി ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ഇത് ഓൾറെഡി പൊങ്ങിയ മാവായതുകൊണ്ട് ഞാൻ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഇഡ്ഡലി മാവ് എടുത്ത്, അതായത് ദോശ എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇൻ കേസ് ഇപ്പം ഞാനെടുത്ത ഈ മാവിന് ഇത്തിരി വെള്ളം കൂടുതലാണ്, അല്ലെങ്കിൽ ദോശമാവായി പോയി എങ്കിൽ നമുക്ക് ഇച്ചിരി ഗോതമ്പൊടി ചേർക്കുകയോ അരിപ്പൊടി ചേർക്കുകയോ കോൺഫ്ലവർ ചേർക്കുകയോ ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോൺഫ്ലവറാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. പക്ഷേ ഇതും ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മൾ അരിപ്പൊടി ഉള്ളത് കൊണ്ട്. അപ്പം നമുക്കിതൊന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനധികം വലിച്ചു നീട്ടുന്നില്ല, നിങ്ങളിത് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം നമ്മളെടുത്ത് വെച്ചേക്കുന്ന കവറിനകത്തേക്ക് നമ്മുടെ ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ട്, ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാനിനകത്തേക്ക് ഓയിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് കുറേശ്ശെ ഒന്ന് ചുറ്റിച്ച് എടുത്ത് ജിലേബി ഉണ്ടാക്കി നോക്കാം. കവർ എടുത്ത് വെച്ചിട്ട് കവറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് ഈ കവറിനകത്തേക്ക് കുറച്ച് മാവ് നമുക്ക് കോരി ഒഴിച്ച് കൊടുക്കാം. ഞാനതൊരു പാത്രത്തിലേക്ക് നമ്മളത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്തതും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഷേപ്പൊന്നും കറക്റ്റായില്ലെന്നാണ് തോന്നണത്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടല്ലേ അല്ലേ. ഒന്ന് മുരിഞ്ഞ് നിൽക്കട്ടെ. ഞാനത് ചെറുതീയിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. ചെറുതീ എന്ന് പറയാൻ പറ്റില്ല, മീഡിയം. ഓക്കെ, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മുരിഞ്ഞ് കിട്ടും. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ, മാവുകളൊന്നും. അരി ഉഴുന്നാണ് ഉള്ളത്, അരി ഉഴുന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ജിലേബി കടകളിൽ വാങ്ങുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള ജിലേബി നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ
ക്രിസ്പി ആയിട്ടുള്ള മഞ്ഞ ജിലേബി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല മുരിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ട്. സോറി, അടുത്ത സ്റ്റെപ്പ് നമുക്കിനി പാനി ഉണ്ടാക്കണം. എന്നിട്ട് വേണം നമ്മുടെ ജിലേബി ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ജിലേബി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഒരു പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കണം. വലിയ ഷേപ്പൊന്നുമില്ല. നിങ്ങൾ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ആയിരിക്കും. പിന്നെ ട്രൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഓക്കെ ആയിക്കോളും. ഇനി നമുക്ക് അതിനുള്ള പഞ്ചസാര പാനി ഉണ്ടാക്കാം. നമുക്ക് പാനി ഉണ്ടാക്കാം, പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് പഞ്ചസാരയും ഈ അളവിൽ തന്നെ, ഈ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ കഷ്ണം കുറച്ച് നാരങ്ങയും മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് റെഡിയാക്കി നോക്കാം. പാൻ വെച്ചിട്ട് പാത്രം വെക്കുക. അതിനകത്തേക്ക് എടുത്ത് വെച്ചേക്കണം വെള്ളം ഒഴിച്ച് കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അധികം കട്ടിയില്ല കേട്ടോ, ഇതിന് ഇത്ര ലൂസാക്കി തന്നെ എടുത്തോ. നമ്മളത് ഇട്ട് വെക്കുന്നില്ല പഞ്ചസാര പാനിയിൽ. അതിൽ ജിലേബി ഇട്ടിട്ട് അപ്പം തന്നെ എടുക്കാനുള്ള പരിപാടിയാണ്. ഇതിനകത്തേക്ക് നമ്മൾ ചില ജിലേബി നമ്മൾ കഴിച്ചിട്ടുണ്ടാകും, ചില മഞ്ഞ ജിലേബിക്ക് ഇത്തിരി പുളിപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും നാരങ്ങ നീര് നമ്മൾ ഒഴിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിസ്റ്റൽ ആവാണ്ടിരിക്കാനാണ്. പക്ഷേ ഇതിന് ഇച്ചിരി പുളിയും കൂടി ഇരുന്നോട്ടെ. ഇവിടെ പിള്ളേർക്ക് പുളിയുള്ള ജിലേബി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ നീര് കുറച്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ജിലേബി, ഉണ്ടാക്കി വെച്ചേക്കുന്ന ജിലേബി നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അപ്പം തന്നെ എടുക്കാവേ. ജിലേബി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്യാനായിട്ട് മോൻ്റെ കൊടുത്ത് നോക്കാം. അതായത് അങ്ങനെയായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ടേസ്റ്റ് ഉണ്ടോ? പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇച്ചിരി പുളി കൂടുതലിട്ടത് കൊണ്ട് ഇത് ഇച്ചിരി പുളി മുൻപിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ചില ജിലേബി പുളിയുള്ള ജിലേബി ഉള്ളത് കൊണ്ടാണ് ഞാൻ പുളി ഇത്തിരി കൂടുതലിട്ടത്, കാരണം നീര് കൂടുതൽ ഒഴിച്ചത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് 2 തുള്ളി അല്ലെങ്കിൽ 1, 2, 3 തുള്ളി ഒഴിച്ചാൽ മതിയാകും. അത് നമ്മൾ ആ പഞ്ചസാര ലായനി ക്രിസ്റ്റൽ ആവാണ്ടിരിക്കാനാണ് നമ്മളതങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പുളിയുള്ള ജിലേബിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം. ഫീഡ്ബാക്ക് വേണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.